ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട്. ഒരാൾക്കൊരാളെ ഇഷ്ടപ്പെടാനും അതുപോലെ ഇഷ്ടപ്പെടാതിരിക്കാനും പല കാരണങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ടാക്കിയെടുക്കാനും അതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിൽ ആ ഇഷ്ടം രണ്ടിരട്ടി കൂട്ടിക്കൊണ്ടുവരാനും സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇഷ്ടമില്ലാത്തവരുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടാക്കാൻ സഹായിക്കുന്ന ആ ട്രിക്ക് ഇതാണ്. നിങ്ങളെ ഇഷ്ടമില്ലാത്ത വ്യക്തിയോട് അവർക്ക് ചെയ്തു തരാൻ പറ്റിയ എന്തെങ്കിലും ചെറിയൊരു സഹായം ചോദിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. നാച്ചുറലി പൊളൈറ്റ്ലി അവരോട് ഒരു സഹായം ചോദിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രം തുടക്കത്തിൽ അവരോട് ചോദിക്കാവൂ എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കും, നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ സഹായം ചോദിച്ചാൽ അയാൾ അത് നമുക്ക് ചെയ്തു തരുമോ? ചിലപ്പോൾ അയാൾ ചെയ്തു തരും, ചിലപ്പോൾ അയാൾ ചെയ്തു തരത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് സഹായം ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്യേണ്ടത്. അതവരെ ചെയ്തു തരണമെന്ന് നിർബന്ധം പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാനോ പാടില്ല. ഒരു സഹായം ചോദിക്കുന്നതിലൂടെ നിങ്ങളുടെ പണി അവിടെ തീർന്നു. പിന്നെ പണിയെടുക്കുന്നത് അവരുടെ തലച്ചോറാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അവരുടെ തലച്ചോറ് അവർക്ക് ഒരുപാട് ചിന്തകൾ വെള്ളച്ചാട്ടം പോലെ അവർക്ക് കൊടുക്കാൻ തുടങ്ങും. ഈ ചിന്തകളെല്ലാം തന്നെ കുറേയധികം ചോദ്യങ്ങളായിരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നോട് സഹായം ചോദിച്ചത്. ഒരുപക്ഷെ അയാൾക്കും എന്നെ ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ അയാൾ എന്നോട് സഹായം ചോദിച്ചു. എന്തിന്? ഒരുപക്ഷെ അയാൾക്കെന്നെ അത്രമേൽ വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ അത്രമേൽ വേണ്ടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അയാൾ എനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടയാളാണ്. ഇത്തരത്തിലുള്ള 1000 ചോദ്യങ്ങൾ അവരുടെ തലച്ചോറിൽ വന്ന് കുമിഞ്ഞുകൂടാൻ തുടങ്ങും. നിങ്ങൾ സഹായം ചോദിച്ച് അപ്പോൾ തന്നെ ഇതൊക്കെ തോന്നണമെന്ന് നിർബന്ധമില്ല. അവരൊരുപക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ഇതുപോലത്തെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഇത്തരം ചെറിയ ചെറിയ സഹായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇത്തരം ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. ക്രമേണ അവർക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ ഇഷ്ടം വന്നു തുടങ്ങും. ഇത് പിന്നീടുള്ള അവരുടെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു സൈക്കോളജിക്കൽ തിയറിയെ വിളിക്കുന്ന പേര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് എന്നാണ്. നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഉള്ളിൽ നമ്മളോടൊരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് അവരോട് ചെറിയ ചെറിയ സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ മതിയെന്നാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ് തിയറി പറയുന്നത്. ഒരാൾക്ക് സഹായം ചെയ്ത് കഴിയുമ്പോൾ ആ സഹായം ചെയ്ത വ്യക്തി അയാൾക്ക് സബ് കോൺഷ്യസ്ലി അയാൾ ഒരു ഹൈ വാല്യൂ പേഴ്സൺ ആണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് സഹായം അഭ്യർത്ഥിച്ച വ്യക്തിയോട് അയാൾക്കൊരു സ്നേഹം ഉണ്ടാകും. ഈ സഹായം ചോദിച്ച വ്യക്തി അയാൾക്ക് തന്ന ആ ഫീലിംഗ് തന്നെയാണ് അയാളോടുള്ള സ്നേഹത്തിനുള്ള കാരണം. താൻ ഒരു ഹൈ വാല്യൂ ആണെന്നുള്ള ചിന്ത തനിക്ക് നൽകിയത് കൊണ്ടാണ് ആ സഹായം ചോദിച്ച വ്യക്തിയോട് ഒരു സ്നേഹം തോന്നാൻ അവർക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ തിയറിയെ പറ്റി അറിവുള്ള ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ അതിനെപ്പറ്റിയും ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.